നടൻ മോഹൻരാജ് അന്തരിച്ചു. തിരുവനന്തപുരം കഠിനംകുളത്തെ വീട്ടിലായിരുന്നു അന്ത്യം. പാർക്കിൻസൺസ് രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. കിരീടം എന്ന സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെയാണ് മോഹൻരാജ് ശ്രദ്ധേയനായത്. അഖിൽ ഷാ അൻസാർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. അഖിൽ ഷാ, മോഹൻരാജ് എന്ന പേര് ഒരുപക്ഷെ കൂടുതൽ പേർക്ക് അറിയില്ല, പക്ഷേ കിരീടത്തിലെ കീരിക്കാടൻ ജോസ് എന്ന പേരിലൂടെ അറിയപ്പെട്ടിരുന്ന നടനാണ് മോഹൻരാജ്. ഇപ്പോൾ മോഹൻരാജിന്റെ വിയോഗ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. പ്രജിൻ, ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയായിരുന്നു തിരുവനന്തപുരം കഠിനംകുളത്തെ വസതിയിൽ വെച്ച് അന്ത്യം ഉണ്ടാകുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ മലയാളത്തിൽ പ്രത്യേകിച്ച് വില്ലൻ വേഷങ്ങളിലൊക്കെ വലിയ വേഷങ്ങൾ, വലിയ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഈ കീരിക്കാടൻ ജോസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. ഏറ്റവും ആദ്യത്തെ പടം, അതായത് മലയാളത്തിലെ ആദ്യത്തെ സിനിമ അദ്ദേഹത്തിൻ്റെത് കിരീടം എന്ന മോഹൻലാൽ ചിത്രമാണ്. അതിലൂടെ തന്നെയാണ് അദ്ദേഹം ഇത്രയധികം ശ്രദ്ധ പിടിച്ചുപറ്റുകയും ആ പേരിൽ തന്നെ മോഹൻരാജ് എന്ന പേരിനുപരി കീരിക്കാടൻ ജോസ് എന്ന ആ കഥാപാത്രത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുകയും ചെയ്ത് വളരെ ചുരുക്കം ചില നടന്മാർക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു ഭാഗ്യം, അതായത് തന്റെ കഥാപാത്രത്തിലൂടെ പിന്നീട് അറിയപ്പെടുക എന്നുള്ള ഭാഗ്യം ലഭിച്ച വളരെ ചുരുക്കം നടന്മാരിൽ ഒരാൾ കൂടിയാണ് മോഹൻരാജ്. എന്തായാലും നിരവധി ചിത്രങ്ങൾ, ആദ്യം തമിഴ് ചിത്രത്തിലൂടെയാണ് തുടങ്ങുന്നത്. അത് പിന്നീട് മലയാളത്തിലെ ആദ്യത്തെ ചിത്രം കിരീടമാണ്. കിരീടത്തിലാണ് കീരിക്കാടൻ ജോസ് എന്നുള്ള ഒരു കഥാപാത്രം, ഒരു വില്ലൻ കഥാപാത്രം ലഭിക്കുന്നതും അത് വളരെയധികം ശ്രദ്ധേയമാവുകയും ചെയ്തത്. കിരീടത്തിൽ നിന്ന് ചെങ്കോലിലേക്ക് വരുമ്പോൾ അതൊരു മറ്റൊരു പരിവേഷം, ആ കഥാപാത്രത്തിൽ മറ്റൊരു പരിവേഷവും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ കാര്യമായ വലിയ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്ത ഒരു നടൻ കൂടിയാണ് കീരിക്കാടൻ ജോസ്. എന്തായാലും ഏറെക്കാലമായി അസുഖബാധിതനായി പാർക്കിൻസൺസ് രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കഠിനംകുളത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഇന്ന് വൈകിട്ട് 3 മണിക്കായിരുന്നു അന്ത്യം. ഏതാണ്ട് 300ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. മലയാളത്തിലെ തന്നെ ഹലോ എന്ന് പറയുന്ന ചിത്രം, അത് അദ്ദേഹത്തിന്റെ മറ്റൊരു വേഷ പകർച്ചയുള്ള ഒരു സിനിമയായിരുന്നു. അതോടൊപ്പം മായാവി തുടങ്ങിയ അനേകം ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ ഉൾപ്പെടെ ചെയ്തൊരു നടൻ കൂടിയാണ് മോഹൻരാജ്. എന്തായാലും ഇന്ന് വൈകിട്ട് 3 മണിക്കായിരുന്നു അന്ത്യം. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നാളെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുക. പ്രജിത്ത്.